DGP ഓഫീസിലേക്ക് KSU മാർച്ച്. വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിലാണ് പ്രതിഷേധം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി പ്രവർത്തകരെത്തിയിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? സംഘർഷ സാധ്യത നിലനിൽക്കുന്നില്ല. KSU പ്രവർത്തകർ അല്പസമയം മുമ്പാണ് DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് വന്നത്. പ്രവർത്തകരെ കൂടി തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏതാണ്ട് 30-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഇന്നത്തെ ഈ DGP ഓഫീസ് മാർച്ചിൽ കേസിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് KSU പ്രവർത്തകരെ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ടും മുഖംമൂടി അണിയിച്ചുകൊണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം KSUവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി SHO ആയിട്ടുള്ള ഷാജഹാനെ അവിടുന്ന് സ്ഥലം മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് വടക്കാഞ്ചേരി SHOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടാണ് KSU ഇപ്പോൾ DGP ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. നേരത്തെ നമുക്കറിയാം, കുന്നംകുളം മർദ്ദനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ സമയത്ത് ഷാജഹാൻ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷമാണ് വടക്കാഞ്ചേരിയിലേക്ക് പോയത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങും മുഖംമൂടിയും അണിഞ്ഞുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയ നടപടിക്കെതിരെയാണ് വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. അതേ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ DGP ഓഫീസിലേക്ക് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായിട്ട് വന്നിരിക്കുന്നത്. നിലവിൽ പ്രവർത്തകരെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിട്ടുണ്ട്. സംഘർഷ സാധ്യത നിലവിലില്ല. പ്രവർത്തകരും ഇപ്പോൾ നിലവിൽ സംയമനം പാലിക്കുന്നുണ്ട്. DGP ഓഫീസിലേക്കാണ് KSUവിന്റെ മാർച്ച്. വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ചത് കോടതിയിൽ ഹാജരാക്കിയതിലാണ് പ്രതിഷേധം. ഇപ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് ഷിജോ കുര്യൻ നൽകുന്ന വിവരം.